നമസ്കാരം, റിയൽ ന്യൂസ്. ഉള്ളിയേരി പാലോറ ഹൈസ്കൂൾ 1978-81 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ വാട്സപ്പ് കൂട്ടായ്മ സ്മൃതി മധുരം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പനായി ഇവന്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും നാടക നടനുമായ ഇ ശശീന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പഴയ കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലായിരുന്നു എല്ലാവരും. കലാപരിപാടികളും അരങ്ങേറി. ഉള്ളിയേരി പാലോറ ഹൈസ്കൂളിലെ 1978-81 ബാച്ചിലെ SSLC വിദ്യാർത്ഥികളാണ് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ സ്മൃതിമധുരം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് പഠിച്ച് പാലോറക്കുന്നിറങ്ങിയവർ പനായി ഇവൻ്റ് ഓഡിറ്റോറിയത്തിൽ വീണ്ടും ഒത്തുകൂടിയപ്പോൾ ആട്ടവും പാട്ടും കവിത ചൊല്ലിയും ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിട്ടു. കൂട്ടായ്മ സെക്രട്ടറി KK അശോകൻ ആമുഖ ഭാഷണം നടത്തി. നമ്മുടെ പ്രിയ സഹപാഠി സുരേന്ദ്രൻ OMന്റെ വീട്ടിൽ വെച്ച് നടത്തുകയുണ്ടായി. അന്ന് കുറച്ചുകൂടി ആളുകൾ കിട്ടി, 32 പേരായി. അതിനുശേഷം മൂന്നാമത്തെ മീറ്റിംഗ് നമ്മുടെ പ്രിയ സഹപാഠി KC അഹമ്മദിന്റെ വീട്ടിൽ വെച്ച് നടത്തി. അന്ന് 36 പേരായി. നാലാമത്തെ മീറ്റിംഗ് കഴിഞ്ഞ നവംബർ മാസം ഉള്ളിയേരി പെൻഷൻ ഭവനിൽ വെച്ച് വീണ്ടും നടത്തിയുണ്ടായി. അന്ന് ഗ്രാഫ് കുറച്ച് താന്നു 25ലേക്ക് എത്തി. പക്ഷെ ചില തീരുമാനങ്ങൾ അന്ന് എടുത്തു. അതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും നാടക നടനുമായ ഇ ശശീന്ദ്രദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം കൂട്ടായ്മകൾ സാമൂഹ്യ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനത്തേതാവരുതേ. ഇങ്ങനെ നിരന്തരം ഓരോ വർഷങ്ങൾ നിങ്ങൾ കൂടിച്ചേർന്ന് നിങ്ങളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന പഴയകാല ഓർമ്മകളിലേക്കും പഴയകാല സൗഹൃദങ്ങളിലേക്കും ഒരു മടക്കയാത്ര നടത്തുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകരെ സമ്മാനിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചു നിർത്തുന്നു. കൂട്ടായ്മ പ്രസിഡന്റ് K വത്സരാജ് ചടങ്ങിൽ അധ്യക്ഷനായി. ഇ ദേവി, AM റീനാഭായ്, ബഷീർ രാരോത്തിടത്തിൽ, CP അജിത് കുമാർ, രാധാമണി മുരളീധരൻ, രാജൻ, പുഷ്പ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഒന്നായിട്ടാനന്ദം പങ്കെടുത്തവർക്കെല്ലാം കൂട്ടായ്മയുടെ മധുരസ്മരണകൾ അയവിറക്കാൻ ഉപഹാരങ്ങളും വിതരണം ചെയ്തു. വീണ്ടും ഒത്തുകൂടാൻ തീരുമാനമെടുത്താണ് സ്മൃതി മധുരത്തിന് തിരശീലയിട്ടത്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.